കത്തിപ്പടരുന്ന മണിപ്പൂരിൽ നിന്നും വീണ്ടും അലറിക്കരച്ചിലുകൾ ഉയരുകയാണ്. തെരുവിൽ വീണ്ടും കത്തുന്നു. കയ്യിലേന്തിയ തീപ്പന്തങ്ങളുമായിട്ട് ഉറച്ച ചുവടുകളോടെ ആയിരക്കണക്കിന് സ്ത്രീകൾ രാത്രിയുടെ ഇരുട്ടിനെ കീറിമുറിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. അതെ, ഇംഫാലിലെ ഡി ടീം റോഡിനെ വിറപ്പിച്ചുകൊണ്ട് മെറാപൈബി വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുന്നു. അവരുടെ ഒരൊറ്റ മുദ്രാവാക്യം മാത്രം രാജ്യമെമ്പാടും മുഴങ്ങിക്കേൾക്കുന്നു. NRC നടപ്പിലാക്കാതെ ഞങ്ങൾ സെൻസസ് അനുവദിക്കില്ല. ഞങ്ങളുടെ മണ്ണിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാതെ ഒരു കണക്കെടുപ്പിനും ഇങ്ങോട്ട് വരേണ്ട. രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശബ്ദതയെ പോലും വിഴുങ്ങുന്ന അത്ര അലർച്ചയോടെയാണ് ഇത്തവണ മണിപ്പൂർ ജനത തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ഭൂപടത്തിൽ മണിപ്പൂർ എന്നൊരു സംസ്ഥാനം ഉണ്ടെന്ന് പോലും ഓർക്കാത്ത ഭരണാധികാരികൾക്ക് നേരെ ഉയരുന്ന കനത്ത താക്കീതാണ് ഈ കൂറ്റൻ റാലി. രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിനെ മണിപ്പൂർ ഇത്രയേറെ ഭയക്കുന്നതും എതിർക്കുന്നതും കൂടാതെ ക്യാമ്പയിൻ ഫോർ ജസ്റ്റ് ആൻഡ് ഫെയർ ഡിലിമിനേഷൻ അഥവാ JFDയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 16 മുതൽ തുടങ്ങിയ ഈ വമ്പൻ പ്രക്ഷോഭം എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊടുങ്കാറ്റായി മാറുന്നത് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കടന്നാൽ കേന്ദ്ര സർക്കാരിനെ ജനം കല്ലെടുത്ത് എറിയുമെന്നാണ് അറിയുന്നത്. സെൻസസ് അഥവാ ജനസംഖ്യ കണക്കെടുപ്പ് എന്നത് രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന ഔദ്യോഗിക പ്രക്രിയയാണ്. ആർക്കൊക്കെ വീടുണ്ട്, ആരൊക്കെ എവിടെയൊക്കെ ജീവിക്കുന്നു, ആ രാജ്യത്തെ വിഭവങ്ങൾ എങ്ങനെയൊക്കെ വീതിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കണക്കെടുപ്പിലൂടെയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ NRC പുതുക്കാതെ രാജ്യത്തുടനീളം സെൻസസ് നടത്തിയാൽ അതുണ്ടാക്കാൻ പോകുന്ന അപകടം ചെറുതല്ല. NRC ഇല്ലാതെ സെൻസസ് നടത്തുമ്പോൾ അതിർത്തി കടന്ന് അനധികൃതമായിട്ട് രാജ്യത്തേക്ക് കടന്നുകൂടിയ ലക്ഷക്കണക്കിന് ആൾക്കാർ സാധാരണ പൗരന്മാരായി കണക്കാക്കപ്പെടും. അതോടെ രാജ്യത്തെ യഥാർത്ഥ പൗരന്മാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വിഭവങ്ങളും ഇവർ തട്ടിയെടുക്കും. കൃത്യമായ പൗരത്വ രേഖയില്ലാതെ നടത്തുന്ന സെൻസസ് അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായ ഭൂരിപക്ഷവും അംഗീകാരവും ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് ദേശീയ തലത്തിലുള്ള സാമ്പത്തിക സാമൂഹ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. മണിപ്പൂരിലെ ജനങ്ങളുടെ ആശങ്ക വെറുമൊരു രാഷ്ട്രീയ വാശിയല്ല, അതവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ്. അയൽ രാജ്യമായ മ്യാൻമറിൽ നിന്നും മറ്റും അതിർത്തി കടന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് മണിപ്പൂരിലേക്ക് ഒഴുകിയെത്തിയത്. ഈ അനധികൃത കുടിയേറ്റം മണിപ്പൂരിലെ തദ്ദേശീയരായ ജനങ്ങളുടെ ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാ അനുപാതം തന്നെ അട്ടിമറിച്ചു. സ്വന്തം മണ്ണിൽ തദ്ദേശീയർ ന്യൂനപക്ഷമായി മാറുന്ന ഭയാനകമായ ഈ അവസ്ഥ ഈ അനധികൃത കുടിയേറ്റക്കാരുടെയും വനഭൂമി കയ്യേറ്റക്കാരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും കടന്നുകയറ്റമാണ് മണിപ്പൂരിനെ ഇന്ന് കാണുന്ന ചോരക്കളമാക്കി മാറ്റിയത്. ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം വീടുകളിൽ നിന്നും അകറ്റപ്പെട്ടു. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. സ്വന്തം പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ സെൻസസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മണിപ്പൂർ ജനത ഒന്നടങ്കം ഉറക്കെ ചോദിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ സ്വന്തം വീടുകളിൽ പുനരധിവസിപ്പിക്കാതെ അവരുടെ സുരക്ഷ ഉറപ്പാകാതെ നിങ്ങൾ ആരുടെ കണക്കാണ് എടുക്കാൻ പോകുന്നത്? NRC നടപ്പിലാക്കി അതിർത്തി കടന്നു വന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താതെ സെൻസസ് നടത്തിയാൽ കലാപമുണ്ടാക്കി തദ്ദേശീയരെ ഓടിച്ച് കുടിയേറ്റക്കാർ ഈ മണ്ണ് പൂർണ്ണമായിട്ടും കൈയടക്കും. ഇതാണ് മണിപ്പൂരിന്റെ വ്യക്തവും ഉറച്ചതുമായ നിലപാട്. മണിപ്പൂർ വർഷങ്ങളെ കത്തുമ്പോൾ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീരൊഴുകുമ്പോൾ വേൾഡ് ടൂറുകളും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മുഴുകുകയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു നേരം പോലും മണിപ്പൂരിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഈ വഞ്ചനാപരമായ നിശബ്ദതയ്ക്കെതിരെയാണ് ജനങ്ങളുടെ രോഷം ഇരമ്പിയാർക്കുന്നത്. ഞായറാഴ്ച രാത്രി ഇംഫാലിലെ തെരുവുകളെ വിറപ്പിച്ച ആ കൂറ്റൻ റാലി വെറും ഒരു പ്രകടനമായിരുന്നില്ല. അത് മോദിയുടെ നിശബ്ദതയെ വിഴുങ്ങുന്ന ഒരു ജനതയുടെ അലർച്ചയായിരുന്നു. IDPകളെ പുനരധിവസിപ്പിക്കാതെ സെൻസസ് വേണ്ട, NRC ഇല്ലെങ്കിൽ സെൻസസും വേണ്ട എന്ന മുദ്രാവാക്യം ഉയർന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓരോ വാഗ്ദാനങ്ങളും അവിടെ നിഷ്പ്രഭമായി. ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി സർക്കാരിനെ പൂർണ്ണമായിട്ട് സമീപിക്കാനാണ് മണിപ്പൂരിലെ സംഘടനകളുടെ തീരുമാനം. ഇത് ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രശ്നമല്ല. NRC ഇല്ലാതെ നടക്കുന്ന സെൻസസ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിച്ച് അതിർത്തി സുരക്ഷിതമാക്കാതെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാതെ മുന്നോട്ട് പോയാൽ ഈ രാജ്യത്ത് മണിപ്പൂരുകൾ ഇനിയും ആവർത്തിക്കും. റാലിയുടെ ചില ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്, കാണാം.
na siya nagataw si